പലപ്പോഴും നമുക്കറിയാം പണ്ട് തൊട്ടേ ആൾക്കാർക്ക് എപ്പോഴും ഉള്ളൊരു സംശയമാണ് നമ്മുടെ നിരതെറ്റിയ പല്ലുകൾ അല്ലെങ്കിൽ പല്ലിനിടയിൽ വിടവുണ്ടാവുക, നന്നായിട്ട് തള്ളി നിൽക്കുന്ന പല്ലുകൾ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ശരിയാക്കാമെന്നുള്ളത്. അപ്പോൾ പണ്ട് തൊട്ടേ നമ്മൾ ഒന്ന് പരമ്പരാഗതമായിട്ട് ചെയ്തു പോരുന്ന രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേസസ് എന്ന് പറയും, അതായത് കമ്പിയിട്ട് ചികിത്സിക്കുക എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ നൂതനമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ എല്ലാ മേഖലകളിലും കടന്നു വന്നപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ ദന്തശാസ്ത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കൺവെൻഷനലായിട്ട് പാലിച്ചു പോകുന്നിരുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോകുന്നിരുന്ന നോർമലായിട്ടുള്ള ഫിക്സഡ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ രീതികൾ ഇന്ന് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ രീതികളിൽ തന്നെ ആ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ തന്നെ പല രീതിയിലുള്ള അപ്ലയൻസസ് ഇന്ന് ലഭ്യമായിട്ടുണ്ട്. നമ്മൾ പണ്ട് കൊടുത്തിരുന്നത് ഉള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സാ ദൈർഘ്യമാണ്. പലപ്പോഴും അതൊരു 1.5 വർഷം, ഒരു 18 മാസം തുടങ്ങി ചിലപ്പോൾ അതൊരു 24 മാസം വരെയൊക്കെ, 2 വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കാവുന്ന ഒരു ചികിത്സയാണ് ഈ ദന്തക്രമീകരണ ചികിത്സ അല്ലെങ്കിൽ പല്ലിൽ കമ്പിയിടുന്ന ചികിത്സ എന്ന് പറയുന്നത്. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിക്സഡ് എന്ന് ഉദ്ദേശിക്കുന്നത് രോഗിക്ക് സ്വന്തമായിട്ട് എടുത്ത് മാറ്റാൻ കഴിയാത്ത തരത്തിലുള്ള ഈ ഉപകരണങ്ങളെയാണ് നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള ഓർത്തഡോണ്ടിക് അപ്ലയൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പികൾ ഇടുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക തരത്തിലുള്ള പല്ലിൽ ഒട്ടിപ്പിടിക്കുന്നത് ഒരുപാട് കട്ടിയുള്ളതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുന്നതിലും വളരെയധികം ചില റെസ്ട്രിക്ഷൻസ് വരാറുണ്ട്. പിന്നെ പലരും പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ ഒരു ചെറിയൊരു അഭംഗി ഉണ്ടാകാറുണ്ട്. ഈ ക്രമീകരണം കഴിയുമ്പോഴത്തേക്കും നാച്ചുറലായിട്ട് സ്മൈൽ നന്നായിട്ട് ഇമ്പ്രൂവ് ആവുമെങ്കിലും അത് ഇട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഈ പല ഫോട്ടോയിലും ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ പല്ലിൽ കമ്പിയിട്ട് ചിരിക്കുക എന്നുള്ളത് പല ആൾക്കാർക്കും അത്ര ഒരു പ്ലീസിങ് ആയിട്ടുള്ള ഒരു സ്മൈലായിരിക്കണമെന്നില്ല. അപ്പോൾ ഈ 3 പ്രശ്നങ്ങളെയും എങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങളൊക്കെ പണ്ട് തൊട്ടേ നടന്നു പോരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇൻവിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സുതാര്യമായിട്ടുള്ള അലൈനേഴ്സ് പോലെയുള്ള ചികിത്സാ രീതികൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ അലൈനേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ സുതാര്യമായിട്ടുള്ള ട്രേസാണ്. ആ ട്രേസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല്ലുകളെ ക്രമീകരിച്ച് ഒരു നല്ലൊരു പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട 3 അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതിയിൽ ഉണ്ടായിരുന്ന ഡ്രോബാക്കുകൾ. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാഴ്ചയിലുള്ള അഭംഗി ഇത് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നില്ല. ചികിത്സാ ദൈർഘ്യം മറ്റേതിലൊരു 18 മുതൽ 24 മാസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സുതാര്യമായിട്ടുള്ള ട്രേസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് ചിലപ്പോൾ ഒരു 5 മാസം കൊണ്ടോ അല്ലെങ്കിൽ കൂടിപ്പോയി ചിലപ്പോൾ ഒരു 7 മാസം കൊണ്ടോ ഒക്കെ തന്നെ പല്ലുകളെ നമുക്ക് ഒതുക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഭക്ഷണത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ കഴിക്കാൻ സാധിക്കുന്നു. കാരണം ഇത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ ക്ലിയർ അലൈനേഴ്സ് നീക്കം ചെയ്യാൻ സ്വന്തമായിട്ട് പേഷ്യൻറ്റിന് തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വായൊക്കെ നന്നായിട്ട് വൃത്തിയായി കഴുകിയതിന് ശേഷം ഈ ഉപകരണവും കഴുകിയതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും പഴയ പൊസിഷനിലോട്ട് വയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിലൊരു അഡ്വാൻറ്റേജ്. ഇനി പക്ഷേ നമുക്ക് എപ്പോഴും നമ്മൾ ഇത് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഫോൺ സെലക്ട് ചെയ്യുന്ന സമയത്തും പല ബ്രാൻഡഡ് ആയിട്ടുള്ള ഫോൺസും ഉണ്ട്, പല രീതിയിലുള്ള ഫോൺസും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓവർ ദ കൗണ്ടറായിട്ട് ചില കമ്പനികളെങ്കിലും ഒക്കെ തന്നെ ആൾക്കാരെ പെട്ടെന്നൊന്ന് കബളിപ്പിക്കാറുണ്ട്. അതായത് ഇത് ഡോക്ടർ കൺസൾട്ടേഷനൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഒരു കസ്റ്റമൈസ്ഡ് എന്നുള്ള രീതിയിൽ ഒരു സൈസ് തന്നെ എല്ലാവർക്കും ഫിറ്റ് ആവുന്ന തരത്തിൽ ഇപ്പോൾ ജാപ്പനീസ് ആയിട്ടോ ചൈനീസ് ആയിട്ടോ ഒക്കെ ഉള്ള ചില അലൈനേഴ്സും ഒക്കെ ഓൺലൈനിൽ വരാറുണ്ട്. അപ്പോൾ പല പേഷ്യൻസും ഇത് ഉപയോഗിച്ചിട്ട് പിന്നീട് അവരുടെ മോണയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് പിന്നീട് അത് ഒരു ഇറീപ്ലേസബിൾ ഡാമേജ് ഒക്കെ വരുന്ന കേസുകളും ഉണ്ട്. അതായത് അതിൻ്റെ ഫോഴ്സ് ചിലപ്പോൾ ഈക്വൽ ആവണമെന്നില്ല. എപ്പോഴും നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരാളിൻ്റെ ഫിംഗർ പ്രിൻ്റ് പോലെയുള്ള അല്ല മറ്റൊരാളിൻ്റെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് പോലെ ഒരാളിന് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ആയിരിക്കില്ല മറ്റൊരാളിന് സ്യൂട്ട് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈക്വലി എല്ലാവർക്കും ഒരുപോലെ ഉള്ള ഒരു എന്താ പറയുക വൺ ഫിറ്റ് സൈസ് എന്നുള്ള രീതിയിലുള്ള അലൈനേഴ്സ് എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ കേസുകളിൽ അലൈനേഴ്സ് അത് ഏതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്ന് നോക്കിയിട്ട് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷനോടെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ കേസിലും നമുക്ക് ഈ പറഞ്ഞ പോലെ അലൈനേഴ്സ് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ചില എക്സ്ട്രീംലി കോംപ്ലക്സ് ആയിട്ടുള്ള വളരെയധികം ഈ പറഞ്ഞ പോലെ ദൈർഘ്യമേറിയിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ടുള്ള ചില കേസുകളുണ്ട്. വളരെ ലളിതമല്ല സങ്കീർണമായിട്ടുള്ള ചില കേസുകളുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ 4 പല്ലുകൾ അതിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടി വരും, ചിലപ്പോൾ ശസ്ത്രക്രിയ അതിൻ്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ചില കേസുകൾക്ക് നമുക്ക് കൺവെൻഷനലായിട്ടുള്ള ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് തന്നെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ചെറിയ പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല്ലിൻ്റെ ഇടയിൽ ചെറിയൊരു വിടവ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചെറിയൊരു തള്ളൽ മാത്രമേ ഉള്ളൂ, ചെറിയൊരു ക്രൗഡിങ് ഞെരുക്കം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഒരു അലൈനേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അലൈനേഴ്സ് ഇടുക എന്നുള്ളതല്ല, അത് കൃത്യമായിട്ട് നമുക്കത് അനുയോജ്യമായ ഒന്നായിരിക്കണം.
അപ്പോൾ ഇതിൽ ഏറ്റവും ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നമ്മളിപ്പോഴും ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ആ ഒരു മേഖലയിൽ ഏറ്റവും മികച്ചതെന്നുള്ള ഒരു രീതിയിലാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സുതാര്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് 2000-ൻ്റെ തുടക്കം മുതൽ തന്നെ ഇത് ആദ്യമായിട്ട് വന്നിരുന്ന ഒരു ടെക്നോളജിയാണ് നമ്മൾ ഇൻവിസലൈൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇൻവിസലൈനാണ് ഇന്ന് വിപണിയിൽ വന്നിട്ടുള്ള ഈ ക്ലിയർ അലൈനേഴ്സിൽ ഏറ്റവും ടോപ്പായിട്ട്. അതിൻ്റെ ഒരു യൂസ് ചെയ്യുന്ന നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പേഷ്യൻസിൻ്റെ ആ ഒരു കൺവീനിയൻസ്, അവരുടെ ഈ നമുക്കത് വെയർ ചെയ്യാനുള്ള ഒരു ഈസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള കുറേ അലൈനേഴ്സ് ലഭ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലും വളരെ മികച്ച ഗുണമേന്മ പുലർത്തുന്ന അലൈനേഴ്സ് ഉണ്ട്. എന്നാൽ തന്നെയും നമുക്ക് കുറച്ചുകൂടി ഈ പറഞ്ഞതുപോലെ പേഷ്യൻറ്റിന് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നെന്ന് പറയുന്നത് ഇൻവിസ് അലൈനാണ്. അപ്പോൾ ഇൻവിസ് അലൈൻ എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇൻവിസ് ഫോർ ഇൻവിസിബിൾ എന്നുള്ളതാണ്. നമുക്ക് കാണാൻ കഴിയാത്ത അത്രയ്ക്ക് സുതാര്യമായിട്ടുള്ള അലൈൻ മീൻസ് അലൈൻമെൻറ്റ് ചെയ്തെടുക്കുക, അതായത് അതിനെ കൃത്യമായിട്ട് ക്രമപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻവിസ് അലൈൻ തന്നെ നമുക്ക് പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ഇൻവിസ് അലൈൻ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ പലപ്പോഴും പാരൻസ് ഒക്കെ ചോദിക്കുന്നതാണ് എപ്പോൾ തുടങ്ങിയിട്ട് കുട്ടികൾക്ക് കമ്പിയിട്ട് തുടങ്ങാം. അപ്പോൾ ചിലർ പറയും ഒരു 12 വയസ്സാണ് അതിന് അഭികാമി, അല്ലെങ്കിൽ 15 വയസ്സൊക്കെ ആകുമ്പോഴെന്നുള്ളതാണ് പണ്ടുള്ള ആൾക്കാർ ധരിച്ചു വെച്ചിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു നോമെന്ന് പറയുന്നത് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഹാബിറ്റ്സ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുന്ന ഒരു 5 വയസ്സ് കഴിഞ്ഞൊരു കുട്ടിയാണെന്നുണ്ടെങ്കിലും ചില ഹാബിറ്റ്സ്, അതായത് പല്ലിൻ്റെ ആ ഒരു ഞെരുക്കമൊക്കെ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പല്ലിൻ്റെ ക്രമീകരണത്തിനെ ബാധിക്കാനിടയുള്ള ചില ഹാബിറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ ഈ വിരലൂറുന്ന ശീലം, തം സക്കിങ്, കൂടുതലായിട്ടും തള്ളവിരലാണ് ഈ ഊറാനായിട്ടുള്ള സാധ്യത കൂടുതൽ. മറ്റ് വിരലുകൾ യൂസ് ചെയ്യുന്ന കുട്ടികളും ഉണ്ടാവും. അപ്പം 5 വയസ്സ് വരെ ഇത്തരം ശീലങ്ങളെ നോർമലായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. 5 വയസ്സ് കഴിഞ്ഞിട്ടും ഈ വിരലൂറുന്ന ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില കാരണങ്ങൾ കൊണ്ട് വായ തുറന്നു വെച്ച് തുടങ്ങുന്നത്, വായിലൂടെ ശ്വാസം എടുക്കുന്നത്, നമ്മൾ അതിനെ പറയുന്നതെന്ന് പറഞ്ഞാൽ മൗത്ത് ബ്രീത്തിങ് എന്ന് പറയും. അതായത് മൂക്കിന് എന്തെങ്കിലും തടസ്സമുള്ളത് കൊണ്ടായിരിക്കാം, മൂക്കിൻ്റെ പാലത്തിന് വളവോ അല്ലെങ്കിൽ മൂക്കിന് ദശാവളർച്ചയൊക്കെ കാരണം ചില ഈ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം കുട്ടി വാ തുറന്നു വെച്ച് ഉറങ്ങുന്നത്. അപ്പോൾ മൗത്ത് ബ്രീത്തിങ് ഹാബിറ്റ്സ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ചിലർ ടങ് ത്രസ്റ്റിംഗ് എന്ന് പറയും, നാവ് കൊണ്ട് പല്ലിനെ തള്ളുന്ന ശീലമുള്ള ആൾക്കാർ, അപ്പോൾ ഇത്തരത്തിലുള്ള ചില ശീലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നേരത്തെ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ട് വരും. എയർവേ പ്രോബ്ലംസ് ആണ് പ്രധാനമായിട്ടും. നമ്മൾ ഈ പറഞ്ഞ പോലെ എയർവേ പ്രോബ്ലംസ് ഉണ്ടാവും. ചെറിയ തോതിൽ കൂർക്കം വലിയൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. കൂർക്കം വലിയുടെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നാവിൻ്റെ ഒരു പ്രശ്നമാണ്. നാവ് ശരിക്കും പറഞ്ഞാൽ ആ പല്ലുകൾക്കിടയിൽ ഭയങ്കരമായിട്ട് അവിടെ ഒന്ന് രാത്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പുറത്തോട്ട് വരാൻ പറ്റാതെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അത് കാരണം എയർവേക്ക് ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിട്ടാണ് അത് കൂർക്കം വലിയായിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എയർവേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഐഡിയലി 6 വയസ്സ് മുതൽ നമുക്ക് ഇൻവിസ് അലൈൻ ഉപയോഗിച്ച് തുടങ്ങാം. അപ്പോൾ കുട്ടികൾക്കുള്ള ആ ഒരു ഇതിന് പറയുന്നത് നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ പറയുന്നത് ഇൻവിസ് ഫസ്റ്റ് എന്നാണ് പറയുക. അത് പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ കൊടുക്കുന്ന ഒരു ഇൻവിസ് അലൈനാണ്. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് രണ്ടാമത്തെ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഇൻവിസ്റ്റീൻ എന്ന് പറയാറുണ്ട്. ടീനേജ് ഗ്രൂപ്പിൽ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് ഇൻവിസ്റ്റീൻ എന്ന് പറയുന്നത്. പിന്നീടുള്ളത് നമ്മൾ പ്രായമായിട്ടുള്ള ആൾക്കാർക്ക്, അതായത് മുതിർന്ന ആൾക്കാർക്ക് ഇൻവിസ് അഡൾട്ടായിട്ടുള്ള ഇതും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള ആ സമയത്ത് ഇൻ്റർവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതാണ്, ഇതിൻ്റെ എങ്ങനെയാണ് ധരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ITRO പോലെയുള്ള സ്കാനേഴ്സ് ഉണ്ട്. നമുക്ക് ഇൻട്രാ ഓറൽ സ്കാനേഴ്സ് ഉണ്ട്. നമ്മൾ സിറോക്സ് മെഷീനിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നത് പോലെ നമുക്ക് പല്ലിൻ്റെ അളവ് പണ്ടെടുത്തുകൊണ്ടിരുന്നത് നമ്മൾ ഇംപ്രഷൻ മെറ്റീരിയൽ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ്. അതൊരു മാനുവൽ ടൈപ്പ് ഓഫ് ഇംപ്രഷനാണ്. ഇപ്പം നമുക്ക് എല്ലായിടത്തും ഡിജിറ്റൽ കാലഘട്ടമാണ്. അപ്പോൾ ഡിജിറ്റൽ ഇംപ്രഷൻസ്, പല്ലിൻ്റെ നമുക്ക് ഡിജിറ്റലായിട്ടുള്ള അളവുകൾ സ്കാനർ വഴി എടുക്കാൻ സാധിക്കും. ആ ഒരു ഡിജിറ്റൽ ഇംപ്രഷൻ നമുക്കത് കൺവേർട്ട് ചെയ്തിട്ട് ഫയലുകളായിട്ട്, അത് STL ഫയലായിട്ട് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഡിസൈഡ് ചെയ്യുന്നത്. അതിനുശേഷം എത്ര ട്രേസ് വേണം, ഇപ്പോൾ മേൽത്താടിയിലും കീഴ്ത്താടിയിലുമായിട്ട് എത്ര സുതാര്യമായിട്ടുള്ള ട്രേസ് വേണം. ഓരോ ട്രേസും ചില കേസുകളിൽ 1 ആഴ്ച മുതൽ 2 ആഴ്ച വരെ ധരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരാളിനൊരു ഉദാഹരണത്തിന് ഒരു 12 ട്രേസ് ആണെന്നുണ്ടെങ്കിൽ അത് ഓരോ ആഴ്ച വീതമാണെന്നുണ്ടെങ്കിൽ 12 ആഴ്ച, അതായത് 3 മാസം കൊണ്ട് ആ ഒരു രോഗിയുടെ ചികിത്സ അവിടെ കംപ്ലീറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സാധാരണ നമ്മുടെ ഫിക്സഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് ശേഷം റീറ്റെയിനർ പോലെയുള്ള ഒറ്റക്കമ്പി ഉപയോഗിക്കുന്നത് പോലെ ഇതിലും ഇൻവിസലൈന് ശേഷവും നമുക്ക് വിവേറ റീറ്റെയിനേഴ്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചികിത്സയുടെ ദൈർഘ്യം ഇവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദിവസം ധരിക്കേണ്ട ഒരു ടൈം എന്ന് പറഞ്ഞാൽ 22 മണിക്കൂർ നമ്മളിത് ധരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ 20 മുതൽ 22 മണിക്കൂർ, രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് ഇത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം.
ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ സമയത്തൊന്ന് മാറ്റി വയ്ക്കാം, വൈകിട്ട് സ്നാക്സിൻ്റെ സമയത്ത് മാറ്റി വയ്ക്കാം, ഡിന്നറിൻ്റെ സമയത്ത്. അപ്പോൾ ഓരോ അരമണിക്കൂർ വീതം നമുക്കൊരു ദിവസം ഒരു 2 മണിക്കൂർ ബ്രേക്ക് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ കഴിക്കാം. അതിനുശേഷം ഈ ഒരു നമ്മൾ രാവിലെ പല്ല് തേക്കുന്ന സമയത്ത് ഈ ഒരു അലൈനേഴ്സ് പേസ്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ നിങ്ങൾക്കൊരു ഷാമ്പു ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ചുകൊണ്ട് അലൈനേഴ്സും കൃത്യമായിട്ട് വൃത്തിയാക്കാം. അലൈനേഴ്സിനെ തന്നെ വൃത്തിയാക്കാനുള്ള തരത്തിലുള്ള കൂളിംഗ് ക്ലീനിങ് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ വാഷ് ചെയ്ത് ഡിസിൻഫെക്റ്റ് ചെയ്ത് സൂക്ഷിക്കാം. ഇനി ഇൻ കേസ് നമ്മൾ പലരും ചോദിക്കുന്ന സംശയമാണ്, ഈ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് സ്ലിപ്പായിപ്പോയി, ഇത് എപ്പോഴെങ്കിലും ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഒന്ന് വാഷ് ബേസിലോട്ടോ അല്ലെങ്കിൽ താഴെ നമ്മൾ ടോയ്ലറ്റിലൊന്ന് വീണ് പോയി, അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊരു അലൈനർ മിസ്സായി പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു അലൈനർ മിസ്സായി പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഈ ഒരു കുറച്ച് നാളിന് ശേഷം വേണമെങ്കിൽ, അതായത് ഒരു 2-3 വീക്സിനുള്ളിൽ തന്നെ ആ ഒരു അലൈനേഴ്സ് തിരിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും, വീണ്ടും ഓർഡർ ചെയ്ത് വരുത്താൻ സാധിക്കും. പക്ഷേ നമുക്ക് അതിന് ആ ഒരു സമയം വരെ ഗ്യാപ്പ് കൊടുക്കുന്നത് നല്ലതല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ നെക്സ്റ്റ് അലൈനറിലോട്ട് പോവാതെ പ്രീവിയസ് ആയിട്ടുള്ള വീക്കിൽ യൂസ് ചെയ്ത അലൈനേഴ്സ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ബോക്സിലാണ് വരുന്നത്, നമുക്കത് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും കൃത്യമായിട്ട്. അപ്പോൾ നിങ്ങൾ ഒരു 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്പർ ചെയ്തിട്ടുള്ള ഒരു പാക്കേജ് ആയിരിക്കും വരുന്നത്. ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെറ്റിലോട്ട് പോകും. അപ്പോൾ സെക്കൻഡ് സെറ്റ് യൂസ് ചെയ്യുമ്പോഴേ ഫസ്റ്റ് ഒരിക്കലും കളയരുത്. ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു മിസ്പ്ലേസിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് തൊട്ട് മുൻപത്തെ ആഴ്ച ഉപയോഗിച്ച അലൈനർ സെറ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് അവിടെ നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ധരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ ഒരു ചികിത്സ കഴിയുമെന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ്. ഇനി മറ്റൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ അലൈനേഴ്സ് കൂടാതെ തന്നെ മറ്റൊരു ടൈപ്പ് വരുന്നത് ലിംഗ്വൽ ആയിട്ടുള്ള അപ്ലയൻസ്, ലിംഗ്വൽ ഓർത്തഡോണ്ടിക്സ് എന്ന് പറയും. നമ്മൾ സാധാരണയായിട്ട് കൺവെൻഷനലായിട്ടുള്ള ദന്തക്രമീകരണത്തിൽ നമ്മൾ ചിരിക്കുമ്പോൾ കാണുന്ന പല്ലിൻ്റെ ഉപരിഭാഗത്താണ് അല്ലെങ്കിൽ നമ്മൾ പുറമേക്ക് കാണുന്ന ഭാഗത്താണ് മുത്തുകൾ ഒട്ടിക്കുന്നത്. അതിന് പകരം നമ്മുടെ അണ്ണാക്കിൻ്റെ ആ ഭാഗത്ത്, അതായത് അണ്ണാക്കിനോട് ചേർന്ന് വരുന്ന പല്ലിൻ്റെ ഉൾഭാഗത്ത് അല്ലെങ്കിൽ നാവിനോട് ചേർന്ന് വരുന്ന പല്ലിൻ്റെ ഉൾഭാഗത്ത് കൊടുക്കാവുന്ന തരത്തിലുള്ള ഉപകരണങ്ങളെയാണ് ലിംഗ്വൽ ഓർത്തഡോണ്ടിക്സ്. അതും നമ്മൾ ചിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഉപകരണങ്ങളൊന്നും കാണാൻ സാധിക്കില്ല, കാരണം അതെല്ലാം ഉള്ളിലാണ്. പക്ഷേ അതിൻ്റെ ഒരു ഡ്രോബാക്ക് അലൈനേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കേസുകളിൽ അത് ചിലപ്പോൾ ഷാർപ്പായിരിക്കും. അപ്പോൾ നമ്മൾ അല്പം അശ്രദ്ധ പുലർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നാവോ അല്ലെങ്കിൽ കവിളമൊക്കെ നമ്മുടെ ഈ പാലറ്റിൻ്റെ ഭാഗമോ കണ്ണാക്കിൻ്റെ ഭാഗമൊക്കെ ചിലപ്പോൾ ഒന്ന് മുറിയാനായിട്ടുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സുതാര്യമായിട്ടുള്ള ഈ അലൈനേഴ്സ് ഉപയോഗിക്കുന്നത് തന്നെയാണ്. എന്നാൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ചില കേസുകളിൽ നമ്മൾ ഈ കൺവെൻഷനലായിട്ടുള്ള ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ തന്നെ ഏറ്റവും നല്ല ഒരു ചികിത്സാ രീതിയാണ് SLB. അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ടെക്നിക്കാണ് SLB എന്ന് പറയുക, അല്ലെങ്കിൽ സെൽഫ് ലൈഗേറ്റിംഗ് ബ്രാക്കറ്റ്സ് എന്ന് പറയുക. അതായത് ഇൻബിൽറ്റായിട്ട് അതിൽ തന്നെ ചെറിയൊരു പവർ ഉണ്ട് അല്ലെങ്കിൽ ടോർക്ക് ഉള്ള മുത്തുകളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണമായിട്ടുള്ള നമ്മുടെ ഈ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിലൊരു 24 months ഒക്കെ ചിലപ്പോൾ വേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞു കേൾക്കേണ്ടത്. അതായത് 18 മാസം തുടങ്ങി ചിലപ്പോൾ 2 വർഷം വരെ നീണ്ടു നിൽക്കുന്ന ചികിത്സയാകാം. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അലൈനറിൻ്റെ അത്ര ഈ പറഞ്ഞതുപോലെ വേഗത്തിലല്ലെങ്കിൽ കൂടിയും നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ചികിത്സയുടെ അത്രയും നീളം എടുക്കാത്തൊരു ട്രീറ്റ്മെൻറ്റാണ് SLB. അപ്പോൾ അലൈനറിൻ്റെയും നമ്മുടെ കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് ഇടയിൽ വരുന്ന ഒരു മൊഡാലിറ്റിയാണ് ഈ SLB അല്ലെങ്കിൽ സെൽഫ് ലൈഗേറ്റിംഗ്. അതായത് നമുക്കൊരു 12 മാസം തുടങ്ങി ഒരു 14 മാസം കൊണ്ടൊക്കെ ചിലപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് കഴിയും, ചിലപ്പോൾ 9 മാസം കൊണ്ടൊക്കെ കഴിയും. അതിൽ തന്നെ കുറച്ചുകൂടി മോഡിഫൈഡ് വെർഷൻ ഡാമൺ പോലെയുള്ള കുറച്ചുകൂടി നല്ല ഒരു ഡാമൺ പോലെയുള്ള ടെക്നിക്കുകൾ ലഭ്യമായിട്ടുണ്ട്. അത് ഓസ്ട്രേലിയൻ ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നടക്കാറുണ്ട്. മറ്റ് രീതിയിലുള്ള ടെക്നിക്കുകളും ലഭ്യമായിട്ടുണ്ട്. ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമ്മുടെ പെരിഡോണ്ടൽ ലിഗമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു അസ്ഥിബന്ധത്തിനെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ബയോലക്സ് പോലെയുള്ള മൊഡാലിറ്റീസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ചില പ്രത്യേക ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് ആക്സിഡൻറ്റ് എന്ന് പറയുന്ന പോലെയുള്ള ചില ഡിവൈസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പല്ലുകളെ പെട്ടെന്ന് നീക്കാൻ, അതായത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യിക്കാൻ, പല്ലിന് ഡാമേജ് വരാത്ത തരത്തിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ടെക്നോളജീസ് ലഭ്യമായിട്ടുണ്ട്. നമ്മുടെ മറ്റൊരു ടെക്നോളജിയാണ് പീസോ സർജറി. അപ്പോൾ പീസോ സിഷൻ ഉപയോഗിച്ചുകൊണ്ട് ചില കേസിൽ പല്ലുകളൊക്കെ നന്നായിട്ട് നീങ്ങി തുടങ്ങും. അപ്പോൾ ചില ഭാഗത്ത് പ്രത്യേകിച്ച് കോമ്പലിൻ്റെ ഭാഗത്തൊക്കെ ഒരു തടസ്സം വരാറുണ്ട്. അപ്പോൾ ഈ പീസോ ആയിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പീസോ കട്ട്സ് കൊടുക്കുക. അവിടെ ചെറുതായിട്ട് ആ ഒരു അസ്ഥിയുടെ ഭാഗത്ത് ചെറിയ ഒരു കട്ട്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഏരിയ പെട്ടെന്ന് നീങ്ങിയിട്ട് പല്ലുകൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലോട്ട് അലൈൻ ചെയ്ത് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസും ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ രോഗിയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ്. കൃത്യമായിട്ട് പറയുന്ന
ആ ഇൻസ്ട്രക്ഷൻസ് പാലിക്കുകയും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ പുനഃപതനം ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ റിലാപ്സ്. പുനഃപതനം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എങ്ങനെ ഈ പല്ലിനൊരു സ്വഭാവമുണ്ട്, ആദ്യത്തെ ഒരു 3 മാസമൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ കൊണ്ടുവന്നാലും വീണ്ടും പഴയതായിട്ട് എങ്ങനെയാണോ അത് ഇരുന്നത് ആ ഒരു പൊസിഷനിലോട്ട് തിരിച്ചു പോകാനുള്ള പ്രവണത കാണിക്കും. അതിനെയാണ് റിലാപ്സ് അല്ലെങ്കിൽ പുനഃപതനം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു 3 മാസം മാത്രമല്ല, ഒരു വർഷം വരെയൊക്കെ തന്നെയും ഐഡിയലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര നാളാണോ ഫിക്സഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത് അതിൻ്റെ ഇരട്ടി സമയം നമ്മുടെ റീറ്റെയിനേഴ്സ് അല്ലെങ്കിൽ ഊരി മാറ്റാവുന്ന കമ്പി അതിനുശേഷം ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പാലിക്കുക. പ്രത്യേകിച്ച് ആദ്യത്തെ 3 മാസങ്ങളിൽ നമ്മളൊരു വിമുഖത കാണിച്ചിട്ട് ഈ ഒറ്റ കമ്പി കൃത്യമായിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ ചെയ്തെടുത്ത ആ ഒരു റിസൾട്ട് എല്ലാം തന്നെ നഷ്ടമായിട്ട് വീണ്ടും പല്ലുകൾക്ക് പഴയ ആ ഒരു രീതിയിലോട്ട് തിരിച്ചു പോകാനൊരു പ്രവണതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഷ്യൻ്റെ ഇൻവോൾവ്മെൻറ്റും പേഷ്യൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും ഒക്കെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സക്സസ്സിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആയിട്ടും കുറച്ചുകൂടി ഈസി ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നൂതന ദന്തചികിത്സാ മാർഗ്ഗമാണ് സുതാര്യമായിട്ടുള്ള ക്ലിയർ അലൈനേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ദന്തക്രമീകരണത്തിലെ പല നൂതനമായിട്ടുള്ള ചികിത്സാ സങ്കേതങ്ങളെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും അടുത്തുള്ള ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് ഇത്തരത്തിലുള്ള പുതിയ ചികിത്സകളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുക. നമസ്കാരം.